ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ നോളജ് ടെസ്റ്റിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഇവിടെ ഏറ്റവും ടോപ്പ് പെർഫോമിങ്ങും ഹിസ്റ്ററി ഏറ്റവും ബോട്ടം പെർഫോം ചെയ്യുന്നതാണ്. രണ്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിന് രണ്ടിനും അഭിരുചിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് ബെസ്റ്റ് പെർഫോമിംഗ് സബ്ജക്റ്റും വേഴ്സ്റ്റ് പെർഫോമിംഗ് സബ്ജക്റ്റും തമ്മിൽ അഭിരുചിയുടെ കുറവുകൾ കൊണ്ടാണോ ഇത്രയും ഒരു വ്യത്യാസം വരേണ്ടത് എന്നൊരു കാര്യം. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റ് അലൈൻമെന്റ് മെട്രിക്സിലാണ് നിൽക്കുന്നത് ഈ കുട്ടീൻ്റെ. അപ്പം നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്ററിയിൽ ഈ കുട്ടിക്ക് വേണ്ടിയിരുന്നത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ്, അബ്സ്ട്രാക്ട് റീസണിങ്, വെർബൽ റീസണിങ് ആണ്. അതിൽ വെർബൽ റീസണിങ് നെഗറ്റീവ് ആണ്, ബാക്കി രണ്ടും പോസിറ്റീവ് ആണ്. അലൈൻഡ് എന്ന് പറയുന്നത് 67% ആണ്. പൊളിറ്റിക്കൽ സയൻസിലും ലാംഗ്വേജും വെർബൽ റീസണിങ്ങും അലൈൻഡ് ആണ്, അബ്സ്ട്രാക്ട് റീസണിങ് മാത്രമാണ് അലൈൻഡ് ആകാത്തത്. അതിന്റെ അർത്ഥം ഏറ്റവും ബെസ്റ്റ് ആയിട്ടും വേഴ്സ്റ്റ് ആയിട്ടും പെർഫോം ചെയ്യുന്ന സബ്ജക്റ്റിൽ ഈ കുട്ടിക്ക് ഒരിക്കലും ആപ്റ്റിറ്റ്യൂഡിന്റെ അലൈൻമെന്റിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കാം പ്രശ്നം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോഷർ, ബേസിക് നോളജിന്റെ ലെവല്, ടീച്ചിങ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കുറെ എക്സ്റ്റേണൽ സാഹചര്യം ആയിരിക്കാം ആപ്റ്റിറ്റ്യൂഡിനേക്കാളും ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവുക. താങ്ക് യു സോ മച്ച്.